ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉപ്പുമാവും പീസ് കറിയുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് പീസ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പീസ് എടുത്തിട്ട് തലേ ദിവസം തന്നെ കുതിർത്ത് എടുത്ത് വെച്ചതാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിലിട്ട് ഒരു 4-5 വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിനകത്തേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. അതിനകത്ത് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കുവാണ്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില, സവാള എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി മുരിച്ചെടുക്കുക. അതിനകത്ത് ആ പോർഷൻ തക്കാളിയും കൂടി അരിഞ്ഞത് ചേർക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ലേശം മല്ലിപ്പൊടി ചേർത്തു, പിന്നെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മുരിച്ചെടുക്കണേ. അതിനുശേഷം വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പീസിലിട്ട് ഈ ഒരു കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 2 വിസിൽ വരാൻ വേണ്ടി വീണ്ടും അടുപ്പിലിട്ട് വെക്കുക. എന്നാലാണ് മസാല നന്നായിട്ട് പിടിച്ച് വരുള്ളൂ. അതിനുശേഷം ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് റവ, ഒരു 2 കപ്പ് റവ ഉണ്ടാവും, അതൊന്ന് വറുത്തെടുത്ത് വയ്ക്കുക. അതിനുശേഷം വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തു. അതിനകത്തേക്ക് കുറച്ച് കടുകങ്ങ് ഇട്ട് കൊടുത്തു. അത് നന്നായി പൊട്ടി വന്നപ്പോൾ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തു, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം കൊച്ചുള്ളി ചേർത്ത് കൊടുത്തു, കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്ത്, അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം അത് നന്നായി തിളച്ച് വന്നപ്പോൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന റവ ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കണം. തിളച്ച വെള്ളത്തിലേക്ക് റവ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള റവ ഉപ്പുമാവും പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം.